അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കാസർഗോഡ് ജില്ലയുടെ ചുമതലയുമുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹത്തെ ആദരവോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PMA സലാം സാഹിബ്, സംസ്ഥാന ട്രഷറർ ആദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ CT അഹമ്മദ് അലി സാഹിബ്, NA നെല്ലിക്കുന്ന്, VKP ഹമീദ് അലി സാഹിബ്, പ്രിയപ്പെട്ട ഇവിടെ ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി, വേദിയിലെ ആദരണീയരായ നേതാക്കൾ, പ്രിയപ്പെട്ട MLA-മാരായ നെല്ലിക്കുന്ന്, പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ്, സഹോദരന്മാരെ, ഞാനൊരു പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല. കാരണം ഇന്ന് വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് വളരെ കൃത്യമായി പ്രിയപ്പെട്ട സലാം സാഹിബ് പാർട്ടിയുടെ നിലപാട് കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ലക്ഷ്യം. കാലികമായി രാഷ്ട്രീയമായ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലീഡേഴ്സ് മീറ്റ് വാർഡ് തലം മുതലുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് ഏതാണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ മുസ്ലിം ലീഗ് പാർട്ടി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ മുസ്ലിം ലീഗിനെ ഒരുക്കുക എന്നുള്ളതിലപ്പുറത്ത് മുന്നണിയെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളത്. ലീഗ് മാത്രം വിചാരിച്ചത് കൊണ്ട് എന്നെ നെല്ലിക്കുന്ന MLA ആവില്ല, അഷ്റഫും MLA ആവില്ല. നമ്മളൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ, UDF സംവിധാനമുണ്ടെങ്കിൽ നമുക്ക് ജയിച്ചു പോകാൻ പറ്റും. പഞ്ചായത്ത് തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ സാധാരണ UDFൻ്റെ ഒരു വിഷയം അതിങ്ങ് മേലെ മാത്രമുണ്ട്. ജില്ലയിൽ വളരെ സജീവമായിരിക്കും. പിന്നെ മണ്ഡലത്തിലും വാർഡിലുമൊക്കെ അതൊരു അത്യാവശ്യം ഒരു സംവിധാനം. പാർട്ടിയിൽ നിന്നൊക്കെ സ്ഥാനങ്ങളൊക്കെ ലഭ്യമാകാതെ പോകുന്ന ആളുകളൊന്ന് അക്കമഡേറ്റ് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം കൂടിയാണ് പലപ്പോഴും ഇത് കാണുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത്, നമുക്ക് ജയിച്ചു വരണം. ജയിച്ചു വരാൻ ഇപ്പോൾ 1 ലക്ഷത്തിന് മേലെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MPക്ക് ഭൂരിപക്ഷം ലഭ്യമായി. ഇവിടെ 1 ലക്ഷത്തിന് മേലെ വോട്ടിന് ജയിക്കുന്ന CPM ജയിക്കുന്നിടത്താണ് നമ്മൾ 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷവുമായി വരുന്നത്. അപ്പം ജനം വോട്ട് ചെയ്യാൻ തയ്യാറായി. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയ നമുക്ക്. അപ്പം ജനങ്ങൾ വോട്ട് തരാൻ തയ്യാറാവും. പക്ഷെ എന്താ ഈ പഞ്ചായത്തിലും നിയമസഭയിലും എത്തുമ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് പരിശോധിക്കാൻ വേറെ ആരും വരില്ല, അത് നമ്മൾ തന്നെ ഇരുന്ന് പരിശോധിക്കണം. അപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ ഈ സംവിധാനം കൃത്യമായിരിക്കണം. UDF സംവിധാനം പാർട്ടിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. ഒപ്പം മുന്നണി സംവിധാനം ബൂത്ത് തലങ്ങളിൽ ശക്തിപ്പെടുത്തുക. നമ്മളൊരു സിസ്റ്റം അനുസരിച്ച് ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ UDF എന്ന് പറയുന്നത് അപ്പുറത്ത് LDFൽ ഉള്ള സംവിധാനം അതൊരു ബോൾഡായ ഒരു സാധനം, ഒരു കോൺക്രീറ്റ് സാധനമാണ്. നമ്മളതൊരു പടക്കപ്പീടിയൻ്റെ ഏർപ്പാടാണ്. നമ്മൾ സാധാരണ പടക്കപ്പീടിയ തുറക്കുക, ഓണം അല്ലേ, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് ഇല്ലേ, ഇങ്ങനെയല്ല. വർഷത്തിലൊരു 3 തവണ, ഒന്ന് പെരുന്നാളിന്, ഒന്ന് പിന്നെ വിഷുവിന്, ക്രിസ്മസിന്. പെരുന്നാളാകുമ്പോൾ നമ്മൾ കാണും എല്ലാ ടൗണിലും കടയിലൊക്കെ പോയാൽ ഭയങ്കര ബോർഡ് കാണും. നമ്മൾ വലിയ പടക്കപ്പീടിയൻ്റെ ബോർഡ് മഹാസംഭവമായിട്ടുണ്ടാകും. ഒരു 15-20 ദിവസം ആ ബോർഡും ആ ഷോപ്പും ഒക്കെ കാണും. പിന്നെ ആ ഷോപ്പ് കാണില്ല. അതുപോലെ തന്നെ പെരുന്നാളാകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴൊക്കെ ഈ 10-20 ദിവസം അതേ സിസ്റ്റമാണ്.
കൊല്ലത്ത് 5 വർഷം കൂടുമ്പോൾ നമ്മൾ 3 തവണ ഇത് തുറക്കും. ഒന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുറന്നൊരു 10-20 ദിവസം അല്ലെങ്കിൽ 1 മാസം കൊണ്ടത് പൂട്ടും. പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് 10-20 ദിവസം 1 മാസമോ അതിന് ശേഷം പിന്നെ പൂട്ടിക്കളയും. പിന്നെ സംവിധാനം ഉണ്ടാവില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇതുകൊണ്ടാണ്. കാരണം മുന്നണി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പലപ്പോഴും നമുക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ മുന്നണിയാകുമ്പോൾ വിട്ടുവീഴ്ച വേണം. അപ്പുറത്ത് കോൺഗ്രസിന് സ്വാധീനമുള്ള വാർഡുകളിൽ മുന്നണിയാകുമ്പോൾ വിട്ടുവീഴ്ച വേണം. കൊണ്ടും കൊടുത്തും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പരസ്പരം സഹകരിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ CPM കളിക്കുന്ന ഇന്നത്തെ പത്രത്തിൽ CPMൻ്റെ നിലപാട് വളരെ കൃത്യമായി മനോരമയിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടവരുണ്ടാവും പത്രം ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് നമ്മളെ പേടിപ്പിക്കുക. CPMകാരന് മനസ്സിലായിട്ടില്ല ഇത് കടല് നീന്തി കടന്നു വന്ന പാർട്ടിയാണ്. കൈത്തോട് കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ CPMനെ കൊണ്ടല്ല മറ്റൊരാളെ കൊണ്ടും ഇന്ത്യ ഭരിച്ച മഹാന്മാരെ കൊണ്ട് സാധിക്കാത്തതാണ്. ഇപ്പോൾ ഇവരിങ്ങനെ നമ്മളെ വർഗീയം എന്ന് പറഞ്ഞ് അങ്ങ് ഭയപ്പെടുത്തിക്കളയാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ CPM അങ്ങനെ ഒരു കമ്മ്യൂണൽ പുതിയ പൊളിറ്റിക്സ് കൊണ്ടുവരിക, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ഒരു 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 ഇന്നിപ്പോൾ ഒരു ഇസ്ലാമോഫോബിയ വളർത്തിയെടുത്ത ഒരു കാലമാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും മുസ്ലിങ്ങൾക്കെതിരെ 4 വർത്താനം പറഞ്ഞാൽ അവിടെയൊക്കെ ജയിക്കുന്നുള്ള ഒരു തോന്നലാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM പരീക്ഷിച്ച്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുക, മോഡി ഇങ്ങനെ പ്രസംഗിക്കുക, അപ്പം വോട്ടിങ് ഇങ്ങനെ വാരിക്കൂട്ടുക. അപ്പോൾ CPM പിണറായി വിജയൻ ഉൾപ്പെടെ CPMൻ്റെ നേതാക്കന്മാർ കേരളത്തിലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നമുക്കും ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്താ, അതിനുള്ള കനത്ത വില ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ കനത്ത വിലയാണ് കൊടുത്തത്, ചെറുതൊന്നുമല്ല. അപ്പം കേരളത്തെ വർഗീയവൽക്കരിക്കാൻ CPM വിചാരിച്ചാൽ സാധ്യമാകില്ല എന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ കളിച്ചു. വടകരയിൽ ഇവർ വന്നതെന്താ, വടകര 1,37,000 വോട്ടിന് CPMൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഇവിടുത്തെ പോലെയൊന്നുമല്ല. അവിടെ CPMനെതിരെ പ്രവർത്തിച്ചാൽ വിവരം അറിയും. പിന്നെ അവൻ്റെ കച്ചവടം ഉണ്ടാവില്ല, അവൻ്റെ വീടുണ്ടാവില്ല, അവൻ്റെ സ്ഥാപനങ്ങളുണ്ടാവില്ല, അവന് വഴി നടക്കാൻ പറ്റില്ല. ഏത് നിമിഷമാണ് വടിവാൾ വരുന്നത്, കൈ നഷ്ടപ്പെടുന്നത്, കാല് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ബോംബ് വരുന്നത്, ജീവൻ അപഹരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ്. അവിടെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനം നടത്തി നമ്മളിപ്പോൾ 4ാമത്തെ തവണയാണ് CPMനെ അവിടെ ഇത് മാത്രമല്ല, വടകര നിയോജകമണ്ഡലം, കുറ്റ്യാടി നിയോജകമണ്ഡലമൊക്കെ CPMൻ്റെ എന്താ പറയുക വലിയ കോട്ടയാണ്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ ജയിച്ചു വരാൻ, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 167 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചു പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വടകര നമ്മളാണ്. RBI എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗാണ് അതിൻ്റെ പിന്നിൽ. പല പഞ്ചായത്തുകളും വടകരയിലെ ചോറോട് പഞ്ചായത്തായാലും അഴിയൂർ പഞ്ചായത്തായാലും ഏറാമല പഞ്ചായത്തായാലും ഒഞ്ചം പഞ്ചായത്തായാലും ഒക്കെ ഇപ്പം നമ്മൾ ഭരിക്കുക. അപ്പം ഇവർ ഇതിനെയൊക്കെ മറികടക്കാൻ ഇപ്പം ചെയ്തതെന്താ, ഇപ്പം കാഫറും കൊണ്ടുവന്നു. കാഫറും കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കളി ഇവർ, കാഫറിൻ്റെത് മാത്രമല്ല വലിയ പ്രചരണം ഇവർ നടത്തി. വലിയ പ്രചരണം. ആ പ്രചരണം എന്താ, തീർത്തും വർഗീയം. BJPക്കാരൻ RSSകാരൻ പോലും പ്രസംഗിക്കാത്ത പ്രസംഗമാണ് വടകരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. പക്ഷേ അത് ജനം ഉൾക്കൊണ്ടില്ല. എന്താ കാരണം, ഞാനീ പറഞ്ഞ ഒറ്റക്കെട്ടായ പ്രവർത്തനം. അല്ലാതെ നമ്മൾ മാത്രം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു വിഭാഗീയമായ കൂട്ടായ്മയായി CPM എടുത്തു കാണിക്കും. ഒറ്റക്കെട്ടായ പ്രവർത്തനം നടത്തിയാൽ
ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ദീർഘിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. നമ്മൾ പുതിയ ഒരു സമീപനം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ബൂത്തിൽ കൃത്യമായി ഇപ്പം തന്നെ ബൂത്ത് തലം വോട്ട് വരേണ്ടത് ബൂത്തിൽ നിന്നാണ്. ഇങ്ങനെ മേലെ ജില്ലയിൽ നിന്നോ മണ്ഡലത്തിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ അല്ല വോട്ട് വരേണ്ടത് ബൂത്തിലാണ് എന്ന ബോധ്യം. അപ്പോൾ ബൂത്തിനെ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതുമായി മുന്നോട്ട് പോകണം. ഇപ്പോൾ CPM ഇപ്പോൾ അൻവറെ വിഷയമൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഞാൻ ഇവിടെ തന്നെ വന്നൊരിക്കലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ചിട്ടുണ്ടാവും. ഇന്ത്യ രാജ്യത്ത് BJP ഉയർത്തുന്ന മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിൽ CPM ഉയർത്തുന്ന മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത കേരളം. ഈ കോൺഗ്രസ് മുക്ത ഭാരതം പറയുന്ന BJPയും കോൺഗ്രസ് മുക്ത കേരളം പറയുന്ന BJPയും കേരളത്തിലെത്തുമ്പോഴൊന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ഇവിടെ സലാം സാഹിബ് സൂചിപ്പിച്ചതുപോലെ എന്താണ് CPM എന്ന് പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിനെ പൂർണ്ണമായും സംഘ് പരിവാർ ശക്തികൾക്ക് വിട്ടുകൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഇന്ത്യ രാജ്യത്ത് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന ആ മുഖ്യമന്ത്രിയുടെ പേര്. ഇത്രയേറെ മലപ്പുറത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ നീതി ലഭ്യമാകാത്ത സാഹചര്യം, സംഘപരിവാർ ശക്തികൾ കഴിഞ്ഞാടാനുള്ള അവസരം. നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ പല ആളുകളും നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. പിണറായി വിജയനിൽ വലിയ ഭരണാധികാരിയെ ദർശിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞതാണ് ശരിയെന്ന് ഇന്നിപ്പോൾ അൻവർ വിളിച്ച് പറയാ. ഇപ്പം നെല്ലിക്കുന്നൊക്കെ ഇവിടെ ഇരുന്ന് അഷ്റഫൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞെന്താ, ഞങ്ങൾ നിയമസഭയിൽ അൻവർ ഇപ്പം പറഞ്ഞ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ഈ അൻവർ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയാൽ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം അൻവർ ഇപ്പം പറഞ്ഞു, പക്ഷേ ഇത് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ MLA-മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഇത് ലോകത്തോട് ജനങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ കാഫറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയം നിങ്ങൾ കാണേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കുന്ന ഇവർ തന്നെ ഇത് പറയുക, എന്നിട്ട് അവസാനം അത് ലീഗിൻ്റെ തലയിൽ കെട്ടിവെക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാലകാലം തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണം എന്താ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നവർക്കും നോമ്പ് വെക്കുന്നവർക്കും മാത്രമേ വോട്ട് കൊടുക്കൂ. അവർ അങ്ങനെ ഒരു സാമുദായിക പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കി നമ്മളെ അകറ്റി നിർത്തുക രാഷ്ട്രീയമായി. അതിനാണ് നമ്മൾ കോടതി, നമ്മൾ കേസ് പോലും അവരെടുത്തിട്ടില്ല. മുഹമ്മദ് കാസിം എന്ന പയ്യൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. കാസിമാണ് ആദ്യം പോകുന്നത്. കാസിമിനെയും കൂട്ടി ഞാനാണ് SP-യുടെ അടുത്ത് പോകുന്നത്. SP യോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഹമ്മദ് കാസിമിൻ്റെ ഫോണും അവിടെ സറണ്ടർ ചെയ്തു. നിങ്ങൾ പരിശോധിച്ചോ, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ്. പക്ഷേ ഞങ്ങളതൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കേസെടുക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെയും കൂട്ടി ഇങ്ങ് പോന്നു, ഞങ്ങൾ കാസിമിനെയും കൂട്ടി ഞങ്ങൾ പോന്നു. പിന്നെ കാണുന്നത് എന്താ, രാത്രി 10:30 മണിക്ക് ഫോണ് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് CPM-ൻ്റെ. അവർ പറയാണ് മുഹമ്മദ് കാസിം എന്ന പറയുന്ന പയ്യൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കും, വലിയ സംഘർഷം ഉണ്ടാക്കും, തെരഞ്ഞെടുപ്പിൽ വലിയ അപകടം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കുകയാണ് പാർട്ടി സെക്രട്ടറി. 10:20 കാസിമിനെതിരെ 153 ഒരു അന്വേഷണവും ഇല്ലാതെ 7 വർഷം തടവ് കിട്ടാവുന്ന ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടുകൊണ്ട് കാസിമിനെതിരെ കേസെടുക്കുക. ഞങ്ങളെല്ലാ നിലയിലും SP-യുടെ അടുത്ത് പോയി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കക്ഷിക്ക്, കാസിം എന്ന് പറയുന്ന ആൾക്ക് അവൻ്റേതായ പരാതി ബോധ്യപ്പെടുത്താൻ വേറെ എവിടെയാണ് സാധിക്കുക. നിങ്ങൾ കേസ് അത് ഒരു കേസിൽ 2 FIR ഇടാൻ പറ്റില്ല. വേറെ ഏതൊരു ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ കേസ് ഇതിനെതിരെ കൊടുത്തിട്ടുണ്ട്, അയാളെ പേര് ഇതൊക്കെ ആ സമയം ഓൺ ദ സ്പോട്ടില്ല. അവസാനം
ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആണ് ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഹൈക്കോടതി ചോദിച്ചു, എന്തുകൊണ്ട് കേസെടുത്തില്ല, എന്തുകൊണ്ട് 153A വകുപ്പ് അപ്പുറത്തിട്ടില്ല, കാസിം നിരപരാധിയാണെന്ന് ബോധ്യമായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ കാസിം നിരപരാധിയാണ് എന്ന് പറയുന്നില്ല? തീർന്നില്ല, ഞങ്ങൾ മിക്കവാറും നാളെയോ മറ്റന്നാളോ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യാൻ പോവുക. ഹൈക്കോടതി പറഞ്ഞത് കാസിം ഇരയാണ്, കാസിമിന് നീതി ലഭ്യമാകണം, കാസിമിന് നീതി ലഭ്യമാകാൻ ആവശ്യമായ നടപടി അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ കാസിമിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട് എന്നൊരു സ്പെഷ്യൽ ഓർഡറും ഹൈക്കോടതി തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ, അന്വേഷണം എവിടെ എത്തിയിട്ടില്ല, അന്വേഷണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുക. DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് ഇതുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വഴിമുട്ടി നിൽക്കുകയാണ്. എന്നാൽ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ് ഇതാരാണെന്ന് പറയുന്നില്ല. ആളെ പറഞ്ഞാൽ കഥ അവസാനിക്കും. CPMൻ്റെ ജില്ലയിലെ ഉത്തരവാദപ്പെട്ട ആളാണ്, പഴയ MLA കൂടെയുള്ള ആളാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് റിബേഷ് അധ്യാപകനിൽ ഇതെത്തി നിന്ന് അപ്പുറത്തേക്ക് പോകാത്തത്. അപ്പം അത് തെളിയിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് പാർട്ടി ഇപ്പോൾ അവിടെ ഉള്ളത്. ഒരു സംശയവും വേണ്ട, ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ തെളിയിക്കും. ആരാണിത് കൊണ്ടുവന്നത് എന്ന് ആ പ്രതികളെ പിടിച്ച് പുറത്ത് കൊണ്ടുവരാൻ അത് നിയമ പോരാട്ടത്തിലൂടെ സാധ്യമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടി എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷ പ്രീണനം പുറത്തു പറയുകയും അകത്ത് ന്യൂനപക്ഷത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടിയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അനുകൂലമായി നമുക്ക് വരും. അനുകൂലമായി വരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. UDF ലീഗല്ല, ലീഗ് മാത്രം ഒരുമിച്ച്, ലീഗുകാർ മാത്രം ഒരുമിച്ച് നിന്നതോട് കാര്യമില്ല. UDF സിസ്റ്റം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മളെ ഇവിടെ കൂടിയിട്ടുള്ളത്. പ്രാദേശികമായ പ്രശ്നങ്ങൾ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതത് സ്ഥലങ്ങളിൽ പരിഹരിക്കാനാവുന്നത് പരിഹരിക്കുക. പറ്റാത്ത കാര്യങ്ങൾ പഞ്ചായത്ത് ലെവലിൽ പരിഹരിക്കാനാവുന്നത് അങ്ങനെ പരിഹരിക്കുക. അല്ലെങ്കിൽ ഇനി അത് സാധ്യമല്ല മണ്ഡലം ലെവലിൽ പരിഹരിക്കേണ്ട പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെയാണോ മേലെ നേതൃത്വം ഇടപെടേണ്ടത് അങ്ങനെയൊക്കെ ഇടപെട്ടുകൊണ്ട് പാർട്ടിക്കുള്ളിലെ മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് സമയബന്ധിതമായി അത് തീർത്തുകൊണ്ട് ഒരെണ്ണയിട്ട യന്ത്രം പോലെ. എനിക്കേറെ അഭിമാനമുണ്ട്. ഈ ജില്ലയുടെ നിരീക്ഷകനായി വന്നപ്പോൾ ഇവിടെ ആദ്യം വന്ന ഖായിദെ മില്ലത്ത് ഫണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ പല മണ്ഡലത്തിലും പോയി പലരോടും പറഞ്ഞ് കാസർഗോഡ് വളരെ മോശമാണ്. പക്ഷേ കാസർഗോട്ടുകാരെന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാസർഗോട്ടുകാരുമായി വളരെയേറെ അടുത്ത് ഹൃദയബന്ധമുള്ള വിദേശ രാജ്യത്ത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കാസർഗോട്ടുകാരെ കൾച്ചർ തന്നെ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ്. അപ്പം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പാർട്ടി സ്നേഹവും നിങ്ങളുടെ ആ പാർട്ടിയോട് കാണിക്കുന്ന കൂറുമൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരാളാണ്. അവസാനം സംസ്ഥാന കമ്മിറ്റിയെ തന്നെ അതിശയിപ്പിക്കുന്ന രൂപത്തിൽ വളരെ നല്ല നിലയിലുള്ള ഫണ്ട് സമാഹരണം കാസർഗോഡ് ജില്ലക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അഷ്റഫൊക്കെ ഇവിടെ MLA ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ പല തവണ നമ്മൾ അഷ്റഫിൻ്റെ അടുത്തൊക്കെ പോയ അഷ്റഫ് ഇതെന്താ ശ്രദ്ധിക്കാത്തത്. അവസാനം മഞ്ചേശ്വരം നിയോജക മണ്ഡലം മോസ്റ്റിയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നന്നായി സഹകരിച്ചു. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ജില്ലാ ലീഗിന് വലിയൊരു ആസ്ഥാനം വരിക, അതിൻ്റെ വർക്കും ഇപ്പോൾ തുടങ്ങും ഇല്ലേ VKP. അതൊക്കെ തുടങ്ങുന്നതോടെ ഈ നിയോജക മണ്ഡലം എന്തുകൊണ്ടും ഈ ജില്ല, കാസർഗോഡ് ജില്ല മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഒരു അഭിമാനമായി എടുത്തു കാണിക്കാൻ സാധ്യമാകുന്ന ഒരു ജില്ലയായി ഇത് മാറുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഒരു നിരീക്ഷകനായി വരാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നു. ഒപ്പം ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പിടിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലം ജില്ലയിലെ ഏതാണ്ട് ഭൂരിപക്ഷ പഞ്ചായത്തുകളും ഭൂരിപക്ഷ ജനപ്രതിനിധികളെയും ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിം ലീഗിനും ഒപ്പം UDFനും സാധ്യമാകുന്ന ഒരു സാഹചര്യം ഒരുക്കണം. അതൊക്കെ വളരെ എളുപ്പം നമുക്ക് നടക്കും. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.